നമസ്കാരം. RP, കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സമിതി അംഗം P. ജയരാജൻ്റെ ഒരു വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു സ്വകാര്യ ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ഈ ഒരു സുപ്രധാന വെളിപ്പെടുത്തൽ ഉണ്ടായത്. അതായത് കേരളത്തിൽ നിന്ന് IS റിക്രൂട്ട്മെൻറ്റ് വീണ്ടും വർദ്ധിക്കുകയാണ്. പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ നിന്നുള്ള ചെറുപ്പക്കാർ, കണ്ണൂർ, കാസർഗോഡ് മേഖലയിൽ നിന്നുള്ള ചെറുപ്പക്കാർ വീണ്ടും ISലേക്ക് പോകുന്നു എന്നുള്ളതാണ് അദ്ദേഹം നടത്തിയ ഗുരുതരമായ വെളിപ്പെടുത്തൽ. ഒരുപക്ഷെ ഒരു പതിറ്റാണ്ട് മുമ്പ്, ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് താങ്കളാണ് മലയാള മാധ്യമ രംഗത്ത് ആദ്യമായി ഈ ഒരു വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അതായത് ISലേക്ക് മലയാളികൾ റിക്രൂട്ട് ചെയ്യപ്പെടുന്നു. പക്ഷേ അന്ന് മറ്റു മാധ്യമങ്ങളടക്കം ഇതിനെ വലിയ ഗൗരവമായി കണ്ടില്ല എന്ന് മാത്രമല്ല, പരിഹസിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കാലക്രമേണ ഈ പറഞ്ഞതുപോലെ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ടവർ പലയിടത്തായി ഇത് പറഞ്ഞു തുടങ്ങി. PC ജോർജ് ഒരു 2-3 വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞതും വലിയ വിവാദമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീടിന് നേരെ ആക്രമണം പോലും ഉണ്ടായി ഈ ഒരു പ്രസ്താവനയെ തുടർന്ന് വന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് തിരിച്ചടി നേരിടേണ്ടി വന്നു. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇതാ ഇടതുപക്ഷ സർക്കാരിൻ്റെ തന്നെ ഭാഗമായ P. ജയരാജൻ ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു. RP, എന്താണ് ഇത് നൽകുന്ന ഒരു സൂചന? ഈ 10 വർഷത്തിന് മുമ്പ് വന്ന ഒരു വെളിപ്പെടുത്തൽ ഈ 10 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും സജീവ ചർച്ചാ വിഷയമാകുമ്പോഴും നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ ഇത് ഗൗരവമായി കാണുന്നില്ല എന്നതാണോ ഇതിൻ്റെ ഒരു വസ്തുത? തീർച്ചയായിട്ടും സനോജ്, അതിനകത്തൊരു വലിയ സിഗ്നിഫിക്കൻസ് ഉണ്ട്. കാരണം എന്നാൽ പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒട്ടില്ല താനും. നമ്മൾ കഴിഞ്ഞ 10-11 വർഷങ്ങളായിട്ട് പറയുന്ന കാര്യമാണ്. ഇപ്പോൾ സനോജ് പറഞ്ഞതിൽ ഒരു ചെറിയ തിരുത്തുണ്ട്. നമ്മൾ 2015 നമ്മൾ റിപ്പോർട്ട് ചെയ്ത വാർത്ത എന്ന് പറയുന്നത് ISലേക്കായിരുന്നില്ല, അൽ ഖ്വയ്ദയിലേക്കായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അൽ ഖ്വയ്ദ പോലും അല്ല, അൽ ഖ്വയ്ദയുടെ ഒരു ഉപവിഭാഗമായ അൽ നുസ്രയിലേക്ക് പാലക്കാട് ഒലവക്കോട് സ്വദേശി അബൂ താഹിർ പോയ വാർത്തയാണ് നമ്മൾ ആദ്യമായിട്ട് ബ്രേക്ക് ചെയ്തത്. ഏതെങ്കിലും ഒരു ആഗോള ഇസ്ലാമിക ഭീകര സംഘടനയിലേക്ക് ഒരു മലയാളി റിക്രൂട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ള വാർത്ത അന്ന് വലിയ ഞെട്ടലായിരുന്നു ഞങ്ങൾക്കൊക്കെ ആദ്യമായിട്ട് ഇത് ഉണ്ടായത്. അപ്പോൾ അന്ന് നമ്മൾ വാർത്താ സംഘത്തെ അങ്ങോട്ട് ഈ അബൂ താഹിറിൻ്റെ വീട്ടിലേക്ക് അയക്കുകയും അബൂ താഹിറിൻ്റെ അമ്മയ്ക്ക് പോലും അറിയില്ലായിരുന്നു ശരിക്കും ഇയാൾ ഇങ്ങനെ പോയതാണെന്ന്. അയാൾ ഖത്തറിൽ ജോലിക്ക് പോയതാണ്. ഇവിടെ നേരത്തെ മലയാളത്തിലെ ഒരു എന്താ പറയുക, ഒരു ഇസ്ലാമിക പക്ഷം പിടിക്കുന്ന ഒരു പത്രത്തിൻ്റെ ലേഖകനായിരുന്നു, മാധ്യമപ്രവർത്തകനായിരുന്നു. അയാളാണ് ഖത്തറിൽ പോയിട്ട് അവിടുന്ന് അപ്രത്യക്ഷനായി ഈ അൽ നുസ്ര എന്ന് പറയുന്ന സംഘടനയിൽ എത്തപ്പെടുന്നത്. അയാൾ 2017 അമേരിക്കൻ ഫോഴ്സസിൻ്റെ ഷെല്ലാക്രമണത്തിൽ അയാൾ കൊല്ലപ്പെട്ടു എന്ന് പിന്നീട് വാർത്തയും വന്നു. അതവിടെ നിൽക്കട്ടെ. ഇതിനകത്തെ വലിയൊരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് മുതൽ ഇന്ന് വരെ ഭാരതത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലുള്ള യുവാക്കളെ ഇത്തരം ആഗോള ഇസ്ലാമിക ഭീകര സംഘടനകളിലേക്ക് എത്തിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഒരു ആദ്യത്തെ സൂചനയായിരുന്നു. സനോജ് ഇപ്പോൾ പറഞ്ഞതുപോലെ അന്ന് നമ്മളെക്കെതിരെ വലിയ ഒറ്റപ്പെടുത്തലും നമ്മൾക്കെതിരെ ഒരു ഉപരോധവും കളിയാക്കലും ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങളിത് വർഗീയത പറയുകയാണ്, കേരളത്തിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നീടുള്ള വർഷങ്ങളിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയായിരുന്നു. ഒരു പക്ഷേ 2015 അബൂ താഹിറിൻ്റെ കേസ് പറഞ്ഞപ്പോൾ തന്നെ ഇതൊന്ന് സീരിയസ് ആയിട്ട് എടുക്കുകയും ഈ ആഗോള ഇസ്ലാമിക ഭീകര സംഘടനകൾ കേരളത്തിൽ പ്രത്യേകിച്ച് മലയാളി യുവാക്കൾക്കിടയിൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നെങ്കിൽ പിന്നീട് നിമിഷ ഫാത്തിമ ഉൾപ്പെടെയുള്ളവർ ഇവിടെ നിന്ന് പോവില്ലായിരുന്നു. അന്ന് കൃത്യമായിട്ടൊരു സന്ദേശം ഉണ്ടായിരുന്നു, ഒരു നടപടി ഉണ്ടായിരുന്നുവെങ്കിൽ ഇവർ പോവില്ലായിരുന്നു. പഠനയിൽ നിന്ന് റാഷിദ് അബ്ദുള്ള ഉൾപ്പെടെയുള്ളവർ, അയാൾ നേതൃത്വം കൊടുത്ത സംഘം ഇവിടെ നിന്ന് സിറിയ വഴി പോയിട്ട് ISൽ ചേരുകയില്ലായിരുന്നു. അപ്പോൾ ഇത് അന്ന് അധികൃതർ അത് വേണ്ടത്ര കാര്യമായിട്ട് എടുത്തില്ല. അതുകൊണ്ടാണ് പിന്നീടുള്ള കാര്യങ്ങളൊക്കെ ചരിത്രമാണ്. ഇനി P. ജയരാജൻ ഇത് പറഞ്ഞത്, അത് ഇത്രയും കാലം CPMൻ്റെ നയം മറ്റൊന്നായിരുന്നു. ആ നയത്തിൽ നിന്ന് ഒരുപക്ഷെ വ്യത്യാസം വന്നിട്ട്, അല്ലെങ്കിൽ ആ ഒരു നയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ആണ് ഇപ്പോൾ P. ജയരാജൻ ഇത് പറഞ്ഞിരിക്കുന്നത്. 2-3 വർഷം മുമ്പ് സനോജിന് ഓർമ്മയുണ്ടാവും, ഈ ISനെതിരായിട്ട് ഒരു പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞ് DYFIയുടെ ഒരു ലോക്കൽ കമ്മിറ്റി അംഗത്തെ അവർ പാർട്ടിയിൽ നിന്ന്, പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്താക്കിയത് അന്ന് വലിയ വിഷയമായിരുന്നു. അപ്പോൾ CPM തീവ്ര ഇസ്ലാമിക നിലപാടുകളെ അതിതീവ്രതയോടുകൂടി തന്നെ പ്രതിരോധിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇത്രയും കാലം കണ്ടുവന്നത് പല വിഷയങ്ങളിലും. പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് ഇപ്പോൾ ജയരാജൻ വളരെ കൃത്യമായിട്ട് പേരെടുത്ത് പറഞ്ഞു. രാഷ്ട്രീയ ഇസ്ലാം, ഇസ്ലാമിക രാഷ്ട്രീയം,
ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്രയും കാലം. പക്ഷേ ആർ പി അപ്പോഴും ഈ നമ്മുടെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി, നമുക്കറിയാം ഈ വസ്തുതകളെല്ലാം കൂടി വെച്ചുകൊണ്ട് ഒരു ചലച്ചിത്രം ഇതിനിടയിൽ വന്നു, കേരള സ്റ്റോറി. ഈ കേരള സ്റ്റോറിക്കെതിരെ പോലും മുഖ്യമന്ത്രി, നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് രൂക്ഷമായ ഭാഷയിൽ അന്ന് വിമർശനം ഉന്നയിച്ചത്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് എന്തോ ഇതിനെയൊക്കെ മറച്ചു പിടിക്കാൻ ഒരു പ്രവണത ഇപ്പോഴും, അദ്ദേഹം ഇപ്പോഴും ഒന്നും തുറന്ന് സമ്മതിക്കാൻ തയ്യാറല്ല. ഇല്ല, ഇത് മുഖ്യമന്ത്രിയുടെ മാത്രം പ്രശ്നമല്ല, ഭരണവർഗത്തിൻ്റെ അല്ലെങ്കിൽ കേരളം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇക്കോ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. അവർ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒരു പ്രത്യേക വിഭാഗത്തെയും അതിലെ മത തീവ്ര ശക്തികളെയുമാണെന്ന് ഇപ്പോൾ വളരെ വ്യക്തമല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായിട്ടുള്ള CPM-ൻ്റെ തന്നെ മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദൻ വളരെ കൃത്യമായി പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ അദ്ദേഹം ഇല്ല എന്ന് പറയുന്നു. അദ്ദേഹം കേരള സ്റ്റോറിക്കെതിരെ മാത്രമല്ല, കാശ്മീർ ഫയൽസ് വന്നപ്പോഴും അദ്ദേഹം അതിനെ എതിർത്താണ് ശ്രീ പിണറായി വിജയൻ സംസാരിച്ചത്. ഇതൊരു പ്രൊപ്പഗാൻഡയാണ് എന്നാണ് ഇവരെല്ലാം പറയുന്നത്. ശരിക്കും മുഖ്യമന്ത്രി ഏതെങ്കിലും ശക്തികളെ ഭയക്കുന്നുണ്ടോ? ഉണ്ടാവും. ഒന്നുകിൽ ഭയമായിരിക്കാം, അല്ലെങ്കിൽ തങ്ങളുടെ ഒരു സപ്പോർട്ട് ബേസ് ഇല്ലാതാകുമെന്നുള്ള ഒരു ഇല്ലാതാക്കാതിരിക്കാനുള്ള ഒരു രാഷ്ട്രീയ ഇതായിരിക്കാം. എന്തായാലും മുഖ്യമന്ത്രി അവരോട് വളരെ അപ്പോളജറ്റിക് ആയിട്ടാണ് നിൽക്കുന്നത്, അവരോട് വളരെ സബ്സർവിയൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമാണ്, വളരെ വ്യക്തമാണ്. അദ്ദേഹം അവരോട് എപ്പോഴും കാണിക്കുന്ന അതിന് കൃത്യമായി അതിനെതിരായ ഒരു നിലപാടുമായിട്ടാണ് ശ്രീ ജയരാജൻ ഇപ്പോൾ പി ജയരാജൻ ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. രാഷ്ട്രീയ ഇസ്ലാം, പൊളിറ്റിക്കൽ ഇസ്ലാം, ഇസ്ലാമിക രാഷ്ട്രീയം എന്നൊക്കെ ഇവരൊന്നും തുറന്ന് സംസാരിക്കുക പോലും ചെയ്യാത്ത അല്ലെങ്കിൽ പറയാത്ത ടേംസാണ്. ഇപ്പോൾ വളരെ കൃത്യമായി IS-നെതിരെ അദ്ദേഹം പറയുന്നു. ഇത് സംബന്ധിച്ച് കൃത്യമായ വെളിപ്പെടുത്തലുകൾ തൻ്റെ പുസ്തകത്തിൽ ഉണ്ടാകുമെന്നും ജയരാജൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു പുസ്തകം വിൽക്കാൻ വേണ്ടിയിട്ട് മാത്രം ജയരാജൻ അങ്ങനെ പറയുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ചിലപ്പോൾ അങ്ങനെയും ആയിരിക്കാം. പക്ഷേ ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് പുതിയ കാര്യമൊന്നുമല്ല. പക്ഷേ ഒരു CPM നേതാവ് ഇത് അംഗീകരിക്കുന്നു, പരസ്യമായി പറയുന്നു, താൻ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വിടുമെന്ന് പറയുന്നു, അതിന് വലിയ പ്രാധാന്യമുണ്ട്. ആർ പി, അതുപോലെ ഈ നമ്മൾ തത്വമയി അടക്കമുള്ള ദേശീയത മുഖമുദ്രാക്കിയുള്ള നിരവധി മാധ്യമങ്ങൾ പറഞ്ഞു പഴകിയിട്ടുള്ള ഒരു വാക്യമാണ് ഈ റെഡ് ജിഹാദിസം എന്ന് പറഞ്ഞൊരു ടേം. ആ ഒരു ടേം ഒന്നുകൂടി വ്യക്തമാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ടത്. പക്ഷേ അതിനകത്ത് എവിടെയോ ഒരു വിള്ളൽ വീണിരിക്കുന്നു, ചിലരെങ്കിലും സത്യം പറഞ്ഞുകൊണ്ട് പുറത്തു വരുന്നു. ഇത് വെളിവാക്കുന്നത് എന്താണ്? ഇല്ല, അത് ഇപ്പോൾ സനോജ് പറഞ്ഞു തന്നെയാണ് അതിനകത്തെ ഒരു വിഷയം. കുറേ കാര്യങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ചിലർക്കൊക്കെ തീർച്ചയായിട്ടും ഒരു അസ്വസ്ഥത ഉണ്ടാവുമല്ലോ. ഇത് ഞങ്ങളുടെ പ്രസ്ഥാനത്തെ വിഴുങ്ങാൻ പോകുന്നു എന്നുള്ള തോന്നൽ പല ആൾക്കാർക്കും ഉണ്ട്. നമ്മൾ പല CPM നേതാക്കന്മാരോട് സംസാരിക്കുമ്പോൾ പല ആൾക്കാർക്കും ആ ഒരു ഫീലിംഗ് ഉണ്ട്, ഒരു വിഴുങ്ങൽ, തങ്ങളെ മൊത്തത്തിൽ മൂടുന്ന തരത്തിൽ ഈ ഇസ്ലാമിക പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കരങ്ങൾ തങ്ങളുടെ നേരെ, തങ്ങളുടെ പ്രസ്ഥാനത്തിന് നേരെ വരുന്നു എന്നുള്ള തോന്നൽ ഉണ്ട്. ഇതുവരെ ഈ റെഡ് ജിഹാദീസ്, ഞാൻ എപ്പോഴും ഇതിനെക്കുറിച്ച് ലേഖനം എഴുതിയിട്ടുണ്ട്, ഇവരെ ഒരുമിപ്പിച്ചത് ആരാണ് എന്നുള്ളത്. ഇതിൻ്റെയൊക്കെ പുറകിൽ ഒരു വലിയ ഗൂഢാലോചനയുണ്ട്. അത് കേരളത്തിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമല്ല, അതിനപ്പുറമുള്ള കാര്യങ്ങളുണ്ട്. റെഡ് ജിഹാദി എന്ന് നമ്മൾ പറയുമ്പോൾ അതിനൊരു കൃത്യമായ പദ്ധതിയുണ്ട്. അത് മറ്റൊരു വിഷയമായതുകൊണ്ട് നമുക്കത് പിന്നീട് ചർച്ച ചെയ്യാം. പക്ഷേ ഇങ്ങനെ ഒരു റെഡ് ജിഹാദ് ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ വർഷങ്ങളായി പറയുന്നത് കുറേ ആൾക്കാരെങ്കിലും ഇപ്പോൾ തിരിച്ചറിയുന്നു, അവരതിനെ പരസ്യമായി പറയുന്നു എന്നുള്ളത് സ്വാഗതാർഹമാണ്. പുരാണത്തിൽ ഒരു കഥയുണ്ട്, ഭസ്മാസുരന് വരം കൊടുത്ത കഥ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ജിഹാദിസത്തിന് ഇവിടെ വരവും വളവും എല്ലാം വച്ചു കൊടുത്ത ഇവർക്ക് തന്നെ എതിരെ ഇതൊരു വലിയ വിപത്തായി മാറുന്നു എന്നുള്ള തിരിച്ചറിവ് ഇവർക്കുണ്ടായി തുടങ്ങി. ഇല്ല, അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ രാഷ്ട്രീയത്തെ പലപ്പോഴും പല നേതാക്കന്മാരും ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ശ്രീമതി ഇന്ദിരാഗാന്ധി പഞ്ചാബിലെ സങ്കുചിതമായ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു തീവ്ര വിഭാഗത്തെ പൊക്കിക്കൊണ്ടുവന്നത്, ഭിന്ദ്രൻവാല ഉൾപ്പെടെയുള്ളവരെ. എന്നിട്ട് ഭിന്ദ്രൻവാല തന്നെ ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഭസ്മാസുരനായി മാറുകയും ചെയ്തു. തമിഴ് രാഷ്ട്രീയത്തിൽ, അതായത് ശ്രീലങ്കയിലെ തമിഴ് പുലികൾ തമിഴ് വംശീയ കലാപത്തിൽ ഭാരതം ആവശ്യമില്ലാത്ത ചില നിലപാടുകൾ എടുത്തു. രാജീവ് ഗാന്ധി അത്തരം ചില നിലപാടുകളിലേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ ജീവന് തന്നെ വലിയ തോതിൽ അത് അപകടമായി. അപ്പോൾ ഇത് ഭാരതത്തിൽ പുതിയ കാര്യമൊന്നുമല്ല ഈ ഭസ്മാസുരന്മാരെ സൃഷ്ടിക്കുക എന്നുള്ളത്. ഇവിടെ പക്ഷേ അതല്ല. ഇവിടെ ഒരു പ്രസ്ഥാനത്തെ, വ്യക്തികളെയല്ല, ഇവിടെ ഒരു പ്രസ്ഥാനത്തെ തന്നെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് ഇത് മാറുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ നിങ്ങളത് RSSൻ്റെ അജണ്ടയാണ്,
നിങ്ങൾ ഹിന്ദു തീവ്രവാദം പറയുകയാണ്, നിങ്ങൾ ഇസ്ലാമിക വിരുദ്ധത പ്രഖ്യാപിക്കുകയാണ് അല്ലെങ്കിൽ പ്രചരിപ്പിക്കുകയാണ് എന്നൊക്കെ പറയുന്നു. നമ്മൾ ഇസ്ലാമിക വിരുദ്ധതയല്ല പറയുന്നത്, പക്ഷേ ഇസ്ലാമിക തീവ്രവാദം ലോകത്ത് എമ്പാടും ഉണ്ടാക്കിയ വിനാശം നമ്മൾ കണ്ണു തുറന്ന് കാണുന്നവരാണെന്നുള്ള ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. അത് കേരളത്തിലും സംഭവിക്കാം എന്നുള്ളതേ പറയുന്നുള്ളൂ. നമ്മളിപ്പോൾ ഈ 2015 ഇവരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന ഇതൊന്നും കേരളത്തിൽ ഒരു കാരണവശാലും സംഭവിക്കില്ല എന്നാണ്. പക്ഷേ 2015 മുമ്പ് തന്നെ ഇതിനെ സംബന്ധിച്ച് കൃത്യമായ സൂചനകളുണ്ട്. മദനിയുടെ കാര്യം മറന്നുപോയോ നമ്മൾ? മദനിയുടെ പ്രസ്ഥാനം ഉണ്ടായിരുന്നല്ലോ, ISS ഉണ്ടായിരുന്നു. അവിടുന്ന് ഇങ്ങോട്ട് തടിയൻ്റെവിടെ നസീർ എന്ന് പറയുന്ന ഒരു കൊടും ഭീകരൻ, അയാൾ എത്ര കേസുകളിൽ പ്രതിയാണ്. ഒരു പക്ഷേ ഒസാമ ബിൻ ലാദൻ ഭാരതത്തിൽ ജനിച്ചാൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുമാണ് തടിയൻ്റെവിടെ നസീർ ചെയ്തത്. 2009 അയാളെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയും IBയും ചേർന്ന ഒരു സംയുക്ത ഓപ്പറേഷനിൽ ബംഗ്ലാദേശിൽ നിന്ന് പിടികൂടുന്നത്, ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്ന് പിടികൂടുന്നത്. അപ്പോൾ ഈ തടിയൻ്റെവിടെ നസീർ ഇത്രയും കൊഴുത്ത് വളർന്നത് കേരളത്തിലല്ലേ? ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടി ഇത്രയും സപ്പോർട്ട്? അപ്പോൾ ഇങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ. RP ഇപ്പോൾ പേരെടുത്ത് പറഞ്ഞ 2-3 പേരുണ്ട്, മദിനി, തടിയൻ്റെ നസീർ. ഇതൊക്കെ എണ്ണം പറഞ്ഞ കണക്കുകളാണെങ്കിൽ, പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പേരും ഊരും അറിയാത്ത ഒട്ടനവധി പേരെ സൃഷ്ടിച്ച് വിട്ടിട്ടുണ്ട് ഇവിടുന്ന് ഈ റിക്രൂട്ട്മെന്റ് എന്നുള്ള സംശയമില്ല. ഇപ്പോൾ പഠന കേന്ദ്രീകരിച്ചാണ് ഈ റാഷിദ് അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ ഇത്രയും ആൾക്കാർ പോയത്. അതാണ് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്, ISC പോയ ആൾക്കാർ. ഇപ്പോൾ റാഷിദുണ്ട്, നിമിഷ ഫാത്തിമയുണ്ട്, അങ്ങനെ പല ആൾക്കാരുമുണ്ട്. പക്ഷേ ഇത് കൂടാതെ നമ്മൾ അന്ന് ഈ വിഷയം അന്വേഷിച്ചപ്പോൾ തന്നെ പാലക്കാട് മറ്റൊരു ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഒരു റിക്രൂട്ട്മെൻറ്റ് നടന്നതിൻ്റെ കുറേ സൂചനകൾ കിട്ടി. പക്ഷേ നമുക്കതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് അത് കൂടുതൽ നമുക്ക് അന്വേഷിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഡെഫിനറ്റായിട്ടും ഇതിപ്പോൾ ഒരു പഠനയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രതിഭാസമൊന്നുമല്ല. ഇത് ഡെഫിനറ്റായിട്ടും ഇതിൻ്റെ കൃത്യമായൊരു പദ്ധതിയുണ്ട്. ഇത് കേരളം ഒട്ടുക്ക് വ്യാപിച്ച് കിടക്കുന്ന ശൃംഖലയാണ്. ആ ശൃംഖല തീർച്ചയായിട്ടും ISലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. ഇനി തത്വമയുടെ പ്രേക്ഷകർ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, ഇസ്ലാമിക് സ്റ്റേറ്റ് ഒക്കെ അവസാനിച്ചു എന്ന് പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതും ശരിയല്ല. ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ എന്ന് പറയുന്ന സംഘടന, ഈ നിമിഷ ഫാത്തിമയൊക്കെ പോയത് ആ സംഘടനയിലേക്കാണ്. ആ സംഘടന ഇപ്പോഴും സജീവമാണ്. അവരുടെ ശക്തി കേന്ദ്രങ്ങൾ ഇപ്പോഴും അഫ്ഗാനിസ്ഥാനിലെ ഖൊറാസാൻ മേഖലയിലുണ്ട്. സാന്ദർഭികമായിട്ട് അതുകൂടെ പറഞ്ഞെന്നേ ഉള്ളൂ. RP അതുപോലെ ഒരു 2 വർഷം മുമ്പ് വരെ കേരളത്തിൽ ഈ കേന്ദ്ര ഏജൻസികളുടെ നിരവധി റെയ്ഡുകൾ നടന്നിട്ടുണ്ട്. കൊച്ചി കേന്ദ്രീകരിച്ച് NIA റെയ്ഡൊക്കെ. അതിലൊക്കെ പിടിക്കപ്പെട്ടപ്പോഴാണ് പല രഹസ്യങ്ങളും ഇവരുടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. കാര്യം കേരളം ഒരു ഹൈഡൗട്ടായിട്ട് ഇവർ പ്രവർത്തിപ്പിക്കുന്നു. പല ആസൂത്രണങ്ങളും നടന്നിട്ടുള്ളത് കേരളത്തിൽ വെച്ചാണ്. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം, ഈ PDP നിരോധനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ കേന്ദ്ര ഏജൻസികളുടെ ഒരു ഇടപെടൽ വേണ്ട രീതിയിൽ എല്ലായിടത്തും എത്തിയില്ല എന്നൊരു തോന്നൽ പൊതുവെ ജനത്തിനുണ്ട്. അത് ഇപ്പോഴും സജീവമാണോ, അല്ലെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള റിക്രൂട്ട്മെൻറ്റുകൾ അറിയാതെ പോകുന്നുണ്ടോ? അറിയാതെ പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. കേന്ദ്ര ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തനത്തിൻ്റെ രീതി മറ്റൊന്നാണ്. അത് അൾട്ടിമേറ്റായിട്ട് ഒരു റെയ്ഡിലോ അല്ലെങ്കിൽ ഒരു അറസ്റ്റിലോ ഒക്കെ എത്തുമ്പോഴാണ് ഇത് വാർത്തകളിൽ വരുന്നത്. അല്ല, ഞാനിത് എടുത്തു ചോദിക്കാൻ കാര്യം, നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനം തമിഴ്നാട്ടിൽ ഇത് വ്യാപകമായിരുന്നു. പക്ഷേ തമിഴ്നാട്ടിൽ അവിടുത്തെ പോലീസും അതുപോലെ കേന്ദ്ര ഇൻ്റലിജൻസ് ഏജൻസികളും ഒക്കെ ചേർന്നുള്ള കോമ്പിംഗ് ഓപ്പറേഷനിൽ ഒരു പരിധി വരെ ഇതിനൊക്കെ തടയിടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് വരെ കോയമ്പത്തൂരിൽ വലിയ ഒരു റെയ്ഡ് നടന്നിരുന്നു. പക്ഷേ കേരളത്തിൽ അങ്ങനെ ഒരു കാര്യം കേരള പോലീസിൻ്റെ സഹകരണത്തോടെ പലപ്പോഴും നടക്കുന്നില്ല. കേരള പോലീസിൻ്റെ സഹകരണം ഈ വിഷയത്തിൽ കുറവാണ് എന്ന് ആണ് നമുക്ക് ലഭിക്കുന്ന സൂചന. കാരണം കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോഴും ഇതൊരു സീരിയസ് വിഷയമായിട്ട് എടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ 2015 നമ്മൾ അബൂ താഹിറിൻ്റെ വിഷയം നമ്മൾ ബ്രേക്ക് ചെയ്തതാണ്. അത് എത്ര മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് കേരള പോലീസ് അത് പ്രാഥമിക അന്വേഷണം പോലും തുടങ്ങിയത് എന്നുള്ളത് നമുക്കറിയാം. അത് കഴിഞ്ഞ് പിന്നീട് NIA അത് 2017 മറ്റോ ഏറ്റെടുക്കുകയായിരുന്നു ആ കേസ്. അപ്പോൾ കേരള പോലീസിന് അതിനൊരു സീരിയസ്നെസ് വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ അങ്ങനെ എണ്ണം പറഞ്ഞ തീവ്രവാദി ആക്രമണങ്ങളൊന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ അത് ഈ പറയുന്നത് പോലെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നില്ല. പക്ഷേ കേരളത്തിൽ ആക്രമണങ്ങൾ നടക്കാത്തത് മാത്രമല്ല ഇതിൻ്റെ ഒരു സൂചന എന്ന് പറയുന്നത്. കേരളം ഒരു താവളമായിട്ട് ഒരുപക്ഷെ ഇവർ ഉപയോഗിക്കുന്ന ആവാമെന്ന് നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്തൊരു വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവ് ഏറ്റവും അവസാനം ലഭിച്ച ഒരു കേസുകളിലൊന്ന് ഞാൻ ഓർക്കുകയാണ്. 2021 ദീപ്തി മർലെ എന്ന് പറയുന്ന ഒരു യുവതിയെയും മറ്റ് 4 പേരെയും അറസ്റ്റ് ചെയ്തിരുന്നു ബാംഗ്ലൂർ കർണാടക പോലീസും NIAയും ചേർന്നിട്ട്. ഇതിൽ 3 പേരെ അറസ്റ്റ് ചെയ്തത്, ദീപ്തി ഉൾപ്പെടെയുള്ള 3 പേരെ അറസ്റ്റ് ചെയ്തത്
ബാംഗ്ലൂരിൽ നിന്നും, ബാക്കി 2 പേരെ അറസ്റ്റ് ചെയ്തത് ജമ്മുവിൽ നിന്നുമാണ്. ഇവർ IS റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒരു ഏജൻസി തന്നെ നടത്തുകയായിരുന്നു. ഈ ദീപ്തി എന്ന് പറയുന്ന പെൺകുട്ടി ഒരു ഹിന്ദു പെൺകുട്ടിയായിരുന്നു, പിന്നീട് കൺവേർട്ടായ പെൺകുട്ടിയാണ്. അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ട് ബന്ധമുള്ള ആളുമായിരുന്നു. ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ വീടുകളിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട NIA റെയ്ഡ് നടത്തിയിരുന്നു. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ചെറിയ കാര്യമൊന്നുമല്ല. പക്ഷേ നേരത്തെ സനോജ് ചോദിച്ച പോലെ ഇപ്പോൾ ഏജൻസികൾ അന്വേഷണം നടത്തുന്നു, അത് വാർത്തകളിലൊക്കെ എത്തുന്നത് ഇതിൻ്റെ അറസ്റ്റ് ഉണ്ടാകുമ്പോഴോ റെയ്ഡ് ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ വ്യാപകമായ അന്വേഷണം പരസ്യമായിട്ടുണ്ടാകുമ്പോഴോ ഒക്കെയാണ്. അപ്പോൾ അത് നടക്കുന്നുണ്ടാവില്ല, അതുകൊണ്ട് വാർത്തയിൽ വരുന്നില്ല. അതിനർത്ഥം ഇതുമായി ബന്ധപ്പെട്ട് ഏത് ലീഡ് കിട്ടിയാലും കേന്ദ്ര ഏജൻസികൾ ഈ വിഷയം വിടാറില്ല. അവർ കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട്, അതൊരു ലോജിക്കൽ കൺക്ലൂഷനിൽ എത്തിക്കുന്നുമുണ്ട്. അതുപോലെ നമ്മുടെ ഇവിടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോഴും ഹേമ കമ്മിറ്റിക്ക് പിന്നാലെയും പൾസർ സുനിക്ക് പിന്നാലെയും അതുപോലെ സ്വർണ്ണവേട്ടയ്ക്ക് പിന്നാലെയും ADGP RSS നേതാവിനെ കണ്ടതിന് പിന്നാലെയും ഒക്കെയാണ്. പക്ഷേ അതിൻ്റെ മറവിൽ ഇത്തരത്തിലുള്ള വലിയ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുമുണ്ട്. ഇത് എന്തുകൊണ്ട് ഈ മാധ്യമങ്ങൾ ഇതുവരെയും ഒരു ഗൗരവത്തിലെടുക്കുന്നില്ല? അറിഞ്ഞിട്ടും അറിയാതെ നടിക്കുകയാണോ ഇത്? അല്ല, അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒന്നിൽ നിന്ന് മറ്റൊരു വാർത്തയിലേക്ക് ചാടുന്ന ഒരു മാധ്യമ സംസ്കാരമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇത് വളരെ കോൺസ്റ്റൻ്റായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ. അത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ വഴി എല്ലാ ആധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് അവർ ഈ പ്രചരണവും റിക്രൂട്ട്മെൻറ്റും നടത്തുന്നത്. അപ്പോൾ അത് ഇതുപോലെ ചാടിപ്പിടിക്കാവുന്ന വാർത്തകളിലൊന്നല്ല. അത് കൃത്യമായ അന്വേഷണം, സീരിയസ് ആയ അന്വേഷണം, മാധ്യമങ്ങളുടെയും അന്വേഷണം വേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ അങ്ങനെ മാധ്യമങ്ങൾ കാര്യമായിട്ട് ഇതൊക്കെ നടത്തുന്നുണ്ടോ എന്നറിയില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന, അതായത് നമുക്ക് സൂചന ലഭിച്ചിട്ട് പോലും നമ്മൾ കാര്യമായിട്ട് പല വിഷയങ്ങളും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് മലയാളികളുടെ സാന്നിധ്യം ISലേക്ക് മാത്രമല്ല, അത് വ്യക്തമായിട്ട് പ്രേക്ഷകരും മനസ്സിലാക്കേണ്ടതാണ്. ISലേക്ക് മാത്രമല്ല, മലയാളികൾ മിക്കവാറും എല്ലാ ആഗോള തീവ്രവാദി സംഘടനകളിലും എത്തപ്പെട്ടിട്ടുണ്ട്. 2021 മറ്റോ ആണെന്ന് തോന്നുന്നു, ശശി തരൂർ ഒരു ട്വീറ്റ് എടുത്തിട്ട് ഈ കേൾക്കുന്നത് മലയാളമല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു വിഷയം എടുത്തിരുന്നു. അത് ട്രോളാനും തമാശാക്കാനുമാണ് നമ്മൾ ശ്രമിച്ചത്. ശരിക്കും പറഞ്ഞാൽ താലിബാനും ഇസ്ലാമിക് സ്റ്റേറ്റും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ പിടിക്കപ്പെട്ട ഒരു തീവ്രവാദിയോടെ മറ്റൊരു തീവ്രവാദി, തടവിലാക്കപ്പെട്ടവനോട് മറ്റേയാൾ മലയാളത്തിൽ സംസാരിക്കുന്നു എന്ന് തോന്നുന്ന ഒരു ട്വീറ്റാണ് നമ്മൾ കണ്ടത്. ആ ട്വീറ്റ് ശരിയായാലും തെറ്റായാലും അത് മലയാളമാണെന്നാണ് ആവർത്തിച്ച് കേട്ടപ്പോൾ എനിക്കും തോന്നിയത്. ഇനി അതിൻ്റെ സത്യാവസ്ഥ എന്തായാലും എല്ലാ തീവ്രവാദി സംഘടനകളിലും മലയാളികളുണ്ട്. അത് അൽ ഖ്വയ്ദയിലുണ്ട്, താലിബാനിലുണ്ട്, അൽ നുസ്രയിലുണ്ട്, ഇസ്ലാമിക് സ്റ്റേറ്റിലുമുണ്ട്. അപ്പോൾ എല്ലായിടത്തും മലയാളികൾ എത്തിയിട്ടുണ്ട്. മാത്രമല്ല, ലോകം മുഴുവൻ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളിൽ മലയാളി കണക്ഷനുണ്ട്. അത് ശ്രീലങ്കയിലെ ഈസ്റ്റർ ബോംബിങ്, അഫ്ഗാനിസ്ഥാനിലെ ബോംബിങ്, ഇറാഖിലെ ആക്രമണം, ഇവിടെയെല്ലാം മലയാളി കണക്ഷൻ വരുന്നുണ്ട്. എന്നിട്ടും നമുക്കതിൻ്റെ സീരിയസ്നെസ് നമ്മൾ എടുക്കുന്നില്ലെങ്കിൽ എന്ത് പറയാനാണ്? ഈ പൊതുവേ നമ്മൾ തമാശയിൽ പറയാറുണ്ട്, ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും ഒരു മലയാളി ഉണ്ടാകുമെന്ന്. അത് ഈ തീവ്രവാദത്തിന്റെ കാര്യത്തിലും അക്ഷരാർത്ഥത്തിൽ സത്യമായിക്കൊണ്ടിരിക്കുകയാണ്. RP, അവസാനം ഒരു ചോദ്യം കൂടി നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ, താങ്കളാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു കൊണ്ടുവന്ന മാധ്യമ പ്രവർത്തകൻ, അതുപോലെ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരാളുമാണ്. ശരിക്കും കേരളം ഭയക്കേണ്ടതുണ്ടോ? അങ്ങനെ ഒരു ഭയത്തിൻ്റെ മുൾമുനയിലാണോ നമ്മുടെ കൊച്ചു സംസ്ഥാനം? ആഗോള ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഗതി അനുസരിച്ചിരിക്കും അത്. ആഗോള ഇസ്ലാമിക തീവ്രവാദം നിലവിലെ അവസ്ഥ തീർച്ചയായിട്ടും നമ്മൾ ഭയക്കേണ്ടത് തന്നെയാണ്. നിലവിലെ അവസ്ഥയിൽ എനിക്ക് ഈ തീവ്രവാദി ആക്രമണങ്ങളെക്കാൾ കൂടുതൽ ഞാൻ ഭയക്കുന്നത് തീവ്രവാദത്തിന് കേരളത്തിലെ പൊതു സമൂഹത്തിൽ അല്ലെങ്കിൽ പൊതുബോധത്തിൽ ഉണ്ടാകുന്ന അവർ പോലും അറിയാതെ ലഭിക്കുന്ന ആക്സെപ്റ്റൻസാണ്. അത് പൊളിറ്റിക്കൽ ഡിസ്കോഴ്സസിലും നമ്മളുടെ പൊതു ചർച്ചകളിലുമൊക്കെ തീവ്ര ഇസ്ലാമിക പക്ഷം പറഞ്ഞ് മുന്നേറുന്ന ആൾക്കാർക്ക് ലഭിക്കുന്ന സപ്പോർട്ടും അവർക്ക് ലഭിക്കുന്ന വിശ്വാസ്യതയും അവർക്ക് ലഭിക്കുന്ന അംഗീകാരവുമാണ്. അത് കൃത്യമായിട്ട് വലിയൊരു അപകടത്തിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്ന ഒന്നാണ്. അത് വ്യക്തിപരമായിട്ട് ഒരാളുടെ ആക്സെപ്റ്റൻസ് അല്ല. ഇത് ഭീകരമായ നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. VS അച്യുതാനന്ദൻ്റെ വാക്കുകൾ തന്നെ അതിന് വളരെ കൃത്യമായ ദൃഷ്ടാന്തമാണ്. നമസ്തേ.
Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.